വിളിച്ചോതിക്കൊണ്ട് ഒരു കർഷക ദിനം കൂടി നമുക്കിടയിലേക്ക് കടന്നു വരികയാണ്. മണ്ണിൽ പൊന്നു വിളയിക്കുന്ന കർഷകർക്കായി ഒരു ദിനം. കൃഷിയെ ജീവിതലഹരിയാക്കിക്കൊണ്ട് നടക്കുന്ന ഒരു കർഷകനുണ്ട് പാലക്കാട് വാണിയംകുളത്തിനടുത്ത് പനയൂർ എന്ന ഗ്രാമത്തിൽ. ആരാണ് ആ കർഷകൻ എന്നല്ലേ കണ്ടുവരാം. ഈ കാണുന്നത് കുഞ്ഞൻ. ശങ്കരൻ നാരായണൻ എന്നാണ് യഥാർത്ഥ പേര്. മണ്ണിൽ വിയർപ്പു വിതച്ച് വിള കൊയ്യുന്ന കഠിനാധ്വാനി. അതിരാവിലെ കറവ കഴിഞ്ഞ് പാലുമായി സൊസൈറ്റിയിലേക്ക് ഇറങ്ങും. പിന്നീട് നേരെ മടക്കം കൃഷിസ്ഥലത്തേക്കാണ്. ഈ കാണുന്ന കയ്പ പന്തലിൽ വിളഞ്ഞു നിൽക്കുന്നതെല്ലാം കുഞ്ഞൻ എന്ന 57 വയസ്സുകാരന്റെ വിയർപ്പാണ്. മഴയോ വെയിലോ ഏതുമാകട്ടെ, തടമെടുക്കലും പന്തല് കെട്ടലും വളമിടലുമെല്ലാമായി കുഞ്ഞൻ കൃഷിസ്ഥലത്തുണ്ടാകും. മാസങ്ങൾക്ക് മുമ്പ് അസുഖബാധിതനായി ചികിത്സയിലായിരുന്ന കുഞ്ഞൻ ഭാരമുള്ള ജോലികൾ ഒന്നും ചെയ്യരുതെന്ന് ഡോക്ടർമാരുടെ നിർദ്ദേശത്തെ പുഞ്ചിരിയോടെയാണ് തള്ളിക്കളയുന്നത്. എന്നിട്ട് പറയുന്നതോ ഇങ്ങനെ: ഞാനൊരു 10-25 കൊല്ലം മുമ്പ് ഉള്ള പഴക്കമുള്ള ഒരു കൃഷിക്കാരനാണ് ഞാൻ ആരെയും ആശ്രയിക്കാതെ ഒരു ബുദ്ധിമുട്ടിലും ആയി ഞാൻ കുറേ ദിവസം ആയി ആശുപത്രിയിൽ കിടന്നു. അങ്ങനെ ഡോക്ടറിനോട് കൂടുതലായിട്ട് അധ്വാനിക്കരുത് എന്നൊക്കെ പറഞ്ഞു. എന്നാലും ഞാൻ കൃഷിയെ കാണുമ്പോൾ ആ ടൈം ഇങ്ങനെ വരുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട്. കൃഷിയെ കണ്ട് കൃഷി എന്ന് പറഞ്ഞാൽ ഒരു അരാണിക്ക് ആ കാല ചിങ്ങ ഒന്ന് വരുമ്പോൾ നമുക്കൊരു എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുപോകുമ്പോൾ ഒരു ബുദ്ധിമുട്ടും ഒരു മനസ്സിലൊരു ആഹ്ലാദം ഉണ്ടാകുമ്പോൾ അപ്പോൾ നമ്മുടെ കൃഷി നമുക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു ഉഷാറും അതൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അത് കാരണം എങ്ങനെ ഉണ്ടാക്കി ബുദ്ധിമുട്ടാകും. അങ്ങനെ കഴിഞ്ഞു പോകണം. പശുക്കളുണ്ടാക്കി എൻ്റെ ഭാര്യ മേയ്ക്കാൻ പോകും. പിന്നെ ഈ കൃഷി ഇപ്പം ഞാൻ പുറത്ത് അങ്ങനെ പണിക്കൊന്നും പോകുന്നില്ല. ഇതുകൊണ്ടൊക്കെ കിട്ടിയുള്ള ജീവിതം ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോവുക. വീട്ടിൽ ചടഞ്ഞിരിക്കുമ്പോൾ ഒരു സുഖമില്ല. പാടത്തും പറമ്പത്തും 4 കൊത്തിക്കളച്ചാൽ അന്തിക്ക് കിടന്നുറങ്ങാൻ ഒരു ആശ്വാസം. എന്നിട്ട് ഒരു പുഞ്ചിരിയും. ഗുരുതരമായ അസുഖം തന്നെ വേട്ടയാടിയപ്പോഴും കുഞ്ഞന്റെ മനസ്സ് തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ആശുപത്രി കാലം ഒഴിച്ചാൽ കുഞ്ഞന് പിന്നീട് വിശ്രമം ഉണ്ടായിട്ടില്ല. വിളഞ്ഞു നിൽക്കുന്ന പച്ചപ്പാണ് മനസ്സിന്റെയും ശരീരത്തിന്റെയും തണലെന്ന് കുഞ്ഞൻ പറയുക. എൻ്റെ അടുത്ത് എല്ലാ കൃഷിയും ഉണ്ടായിരുന്നു. പൊതുവെ അറിയണത്തെങ്ങനെ വാഴ ഉണ്ട്, അങ്ങനെ നെൽകൃഷി ഞാൻ നടക്കും. ഒക്കെ പാട്ടത്തിന് എടുത്തിട്ടാണ് നെൽകൃഷി നടത്തും. അങ്ങനെ ചേമ്പ് പറഞ്ഞില്ലേ, അങ്ങനെ ഒരുപാട് പയർ, വെണ്ട, അങ്ങനെ വഴുതന കുറേ കൃഷികളുണ്ട്, നശിച്ചു പോയി. എന്നാലും ഞാൻ പിന്നാക്കം മാറിയില്ല. ഇപ്പം കൂടുതൽ കയ്പയ്ക്കാണ്. അതാ അപ്പുറത്ത് ഉണ്ടായി വരുന്നുണ്ട്. പയർ കുത്തിയിടുന്നുണ്ട്. പയർ കുത്തിയിട്ട് കുറച്ച് ഞെടിമ കയറി, അങ്ങനെ പടവലം ഞെടിമ കയറി. എന്നാലും പുറത്ത് വിടുന്നില്ല. എന്നാലും ഓണാകുമ്പോഴേക്ക് എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോകാൻ വേണ്ട വിചാരിച്ചിട്ട് കയ്പ ഇത്ര ഉഷാറായി ഞാൻ നോക്കി. അപ്പം അതുകൊണ്ട് ഒരു ദിവസം ഞാൻ 50 കിലോ അറക്കുന്നുണ്ട്. 1.5 അറവ് 50 കിലോ അറുത്ത് പോരാ. അത് ഒരു ദിവസം ഒരു 100 കിലോ അറക്കുന്നുണ്ട്. നോട്ടത്തിൽ 80 കുഴിയുണ്ട്. ഇത് ഒരു കുഴിയിൽ നിന്ന് ഏവറേജ് ഞാൻ കണക്ക് കൂട്ടിയത് ഒരു 5 കിലോ വെച്ചിട്ടാണ് ഞാൻ കണക്ക് കൂട്ടിയായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു 100 കിലോ അങ്ങനെ സുമാർ കണക്ക് കൂട്ടുകയാണ് ഒരു അറവിന്. അപ്പോൾ 5-6 കടയിലായിട്ട് അങ്ങനെ കൊടുക്കും. അത് കൊടുത്തുകൊണ്ട് അപ്പോൾ ചെറിയൊരു വരുമാനം കൂലിക്കാശായിട്ട് ഇങ്ങനെ കിട്ടും. ആ കിട്ടിയോണ്ട് ഞങ്ങളിങ്ങനെ പൊതുവെ ഞങ്ങൾ രണ്ടാളുണ്ട്. എൻ്റെ മക്കളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ രണ്ടാളും ഈ പശുക്കളിലെ ഇതുകൊണ്ടൊക്കെ ഞങ്ങൾ മിൽമയിൽ പാലാൾക്കുന്നുണ്ട്. അപ്പോൾ പൊതുവെ ഇങ്ങനെ ഇതുകൊണ്ട് ഇങ്ങനെ കഴിഞ്ഞു പോകണം. അപ്പോൾ പുറത്ത് പണിക്ക് വന്ന് വെയ്യനും ഇത് സഹായിക്കില്ല. ഡോക്ടർ പണിക്ക് പോരുത്, അതൊന്നും ഞാൻ കൂട്ടാക്കുന്നില്ല. എപ്പോഴായാലും പോകണ്ടേ. ആ പോവാനങ്ങനെ ജീവനിലൊരു പേടിയൊന്നുമില്ല. ആ പോവുകയാണെങ്കിൽ പോകണ വഴിക്ക് പോവും. ഞാൻ അങ്ങനെ പണിയെടുക്കും. മരിക്കുന്നവരെ പണിയെടുക്കാൻ തന്നെ എൻ്റെ ഉദ്ദേശം. അത് ഞാൻ ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ പണിയെടുക്കും. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, നന്നായി പണിയെടുക്കുന്നുണ്ട് ഞാൻ എപ്പോഴും. എനിക്കൊരു ദിവസം പണിയെടുത്തിട്ടില്ലെങ്കിൽ ശരീരം കൊണ്ടൊരു ബുദ്ധിമുട്ടാക്കി.
പണിയെടുത്തു കഴിഞ്ഞാൽ നല്ല ഉഷാറാണ്, കിടന്നുറങ്ങാനും ഉറക്കത്തിനും എല്ലാം ഇതാണ്. പണ്ടൊക്കെ ഞാൻ കണ്ടമാനം മദ്യപിച്ചിരുന്നു ഞാൻ. ഇപ്പം മദ്യപാനം ഇത് കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പം സുഖമായി വീടിയലില്ല, മുറുക്കിയിരുന്നു വീടിയലിച്ചിരുന്നു. ഇപ്പോൾ ആ ഇതൊന്നുമില്ല. അപ്പം കിട്ടണ പൈസ കൊണ്ട് അരി വാങ്ങുക, കുടുംബത്തിൽ കയറി താമസിക്കുക, അങ്ങനെ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നോക്കുക. ഇത്ര മാത്രമൊക്കെ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. കുഞ്ഞന്റെ കൃഷിരീതികൾക്ക് ഏറെ വ്യത്യസ്തതകളുണ്ട്. വിത്ത് തിരഞ്ഞെടുക്കുന്നത് മുതൽ വിളവെടുക്കുന്നത് വരെ അവയെ പരിചരിക്കുന്നതിലും അത് കാണാം. ഒന്നിടവിട്ട ദിവസങ്ങളിൽ 50 കിലോയിലധികം കയ്പയാണ് കുഞ്ഞന് വിളവ് ലഭിക്കുന്നത്. വളം നൽകൽ പൂർണ്ണമായും ജൈവരീതിയിൽ. ഇക്കുറി അല്പം മഴ ചതിച്ചെങ്കിലും അധ്വാനം വെറുതെയായില്ലെന്നും കുഞ്ഞൻ പറയുന്നു. കഴിഞ്ഞ 30 വർഷക്കാലമായി പല വിളകളിൽ പലതരം പരീക്ഷണങ്ങൾ നടത്തിയ വിജയഗാഥകൾ പറയാനുണ്ട് ഈ കർഷകന്. ചേട്ടൊരു ചായ. സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ. ഇതെന്താ കേരള വിഷൻ വൈഫൈയാ? ഫാസ്റ്റ് ഒക്കെ തന്നെ, പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ്. ചായ ഫ്രീ അല്ല, കാശട് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ. ഫ്രീ ആയി കണക്ട് ആവൂ.